അടി ഇടി വെടി പുക സെറ്റപ്പാണ്. ഐ മീൻ ഇങ്ങനത്തെ ഒരു സിനിമ മാൻഡേറ്ററി ആണ്. ഹായ് ഹലോ, കഥാൻ ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബബ്ബ സിനിമ 18-ാം തീയതി റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇതില് മോഹൻലാൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ലാലേട്ടന്റെ പോർഷൻസ് ട്രെയിലറിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമുക്ക് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. കാരണം ഒരു ഗ്ലിംസ് വന്നിരുന്നു. അതില് സൗണ്ട് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ലാലേട്ടന്റെ. ടീസറിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ടീസർ വന്നതിന് ശേഷമാണ് ലാലേട്ടന്റെ ഷൂട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും ട്രെയിലറിൽ ലാലേട്ടൻ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ എന്തായാലും ട്രെയിലർ കാണാം, കണ്ടിട്ട് ബാക്കി തീരുമാനിക്കാം. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണും. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. അത് ശരിയാ, മുക്കിലും മൂലയിലും ചിത്രമാണ്. എന്തായാലും നടക്കട്ടെ. നമ്മൾ ഒരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ I will take you to the miraculous universe of the most wanted person you're searching for. ഇത് ഞാൻ കലക്കും. അഡ്വക്കേറ്റ് മുകുന്ദനുണ്ട്. വീണ്ടും സന്ധിക്ക് പറയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതാരീ സാധാരണക്കാരൻ. അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പുളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റൻ ഇടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. സത്യം താൻ കടമേ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. മതിയാ. ട്രെയിലർ കൊള്ളാം. അടി ഇടി വെടി പുക സെറ്റപ്പാണ്. ഐ മീൻ ഇങ്ങനത്തെ ഒരു സിനിമ മാൻഡേറ്ററി ആണ്. കാരണം ഒരുപാട് ജോണറിലുള്ള സിനിമകൾ വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആവേശം കഴിഞ്ഞതിന് ശേഷം ഒന്നും ഒരു കളർഫുൾ പടമൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് എന്താ പറയാ, മാസ് മസാല പരിപാടിയായിട്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ സിനിമ വേണമല്ലോ, നല്ല അതിൻ്റെ ഒരു ഭംഗി, ഐ മീൻ ഒരു രസമുള്ളൂ. തിയേറ്ററിലൊക്കെ പോയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമകൾ. പിന്നെ ഓരോ ഡയലോഗ് ഇങ്ങനെ കേൾക്കുമ്പോഴേ ഇപ്പോഴത്തെ കുറെ ഇഷ്യൂസ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഐ മീൻ നാച്ചുറലി ആ ഒരു കണക്ഷൻ വരികയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സെൽഫ് ട്രോളിങ് പരിപാടീസ് ഉണ്ട് എന്ന് തോന്നുന്നു. ആൻഡ് ദ റിയൽ ഓജി ലാലേട്ടനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പോർഷൻ വേറെ ലെവൽ. ലാലേട്ടന്റെ ആ ഒരു ഭാഗം കാണിച്ചപ്പോൾ തന്നെ അതിന്റെ ആ ഒരു ഇവിടെ നിന്ന ആ ഒരു സംഭവം വേറെ ഗ്രാഫിലേക്ക് പോയിട്ടും. മൊത്തം ട്രെയിലർ ഉഷാറായിരുന്നു. ഐ മീൻ എനിക്ക് ഇങ്ങനത്തെ മാസ് മസാല സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വർഷത്തിൽ 1-2 സിനിമകൾ ഇങ്ങനെ വേണം, എന്നാലേ അത് ഒരു രസമുള്ളൂ. ആൻഡ് ഇത് വെക്കേഷൻ സീസൺ വരികയാണ്. അപ്പോൾ ആൾക്കാർ ഇങ്ങനത്തെ എൻജോയ്മെന്റ് ഉള്ള സിനിമകൾ തന്നെയാണ് പ്രിഫർ ചെയ്യണത്. അപ്പോൾ രസം ഉണ്ടാവുമായിരിക്കും. ഞാൻ ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞ പോലെ എവിഡന്റ് ആണ്. ഇത് ഈ ഒരു സിനിമ അവരെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ലോജിക്കും കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് വേണം ഈ സിനിമ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പോൾ അതന്നെയാണ് ഈ ട്രെയിലറും നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിലൊരു ലോജിക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ കണ്ടിങ്ങനെ എന്താ അടിപൊളിയാക്കി കണ്ടിരിക്കുക എന്നുള്ള ഒരു സംഭവം തന്നെയാണ്. ആൻഡ് ലാലേട്ടന്റെ എന്താ പറയാ, ആ മറ്റേ ഇതുണ്ടല്ലോ, അപ്പിയറൻസ് അടിപൊളിയായി തോന്നിയിരിക്കും. താടി കംപ്ലീറ്റ് ഒന്ന് ട്രിം ചെയ്തിട്ടൊക്കെ ആൻഡ് തോളൊക്കെ ചിരിച്ചിങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ ആ ഒരു ചന്താണല്ലോ. അപ്പോൾ ലാലേട്ടൻ ഈ സിനിമയിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതൊന്ന് കാണണം, എങ്ങനെയായിരിക്കും എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടി. കാരണം ഒരു മാസ് മസാല പടത്തിൽ ലാലേട്ടനും കൂടി ഇതിലൊരു ഭാഗമാവുക എന്ന് പറയുമ്പോൾ ലാലേട്ടന് കൊടുക്കുന്ന ഇൻട്രൊഡക്ഷൻ സീൻ ആവട്ടെ, അതിലെ ഫൈറ്റ് സീക്വൻസ് ആവട്ടെ, എത്രത്തോളം അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ആൻഡ് ഷാൻ റഹ്മാൻ ആയിരുന്നു പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളും. ആൻഡ് അതിൻ്റെ ഇടയിൽ ഷാൻ റഹ്മാൻ മാറി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇല്ല, മ്യൂസിക് ഷാൻ റഹ്മാനാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ള ഗോപി സുന്ദർ, എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ. ഗോപി സുന്ദറിന്റെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എനിക്ക് എപ്പോഴും ഇഷ്ടം. അത് പഴയ സിനിമകൾ നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ മനസ്സിലാവും മാസ് പടങ്ങളിൽ ഗോപി സുന്ദർ കൊടുത്തിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എത്രയാന്നുള്ളത്. ആൻഡ് ഇതിലേക്ക് വരുമ്പോഴും
ഗോപി സുന്ദറാണ് ആഫ്റ്റർ എ ലോങ് ടൈം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ പോണത്. ആൻഡ് മൊത്തത്തിൽ കുറേ ആക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഐ മീൻ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഐ മീൻ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ടൈം ഉണ്ട്. 2.5 2:45 സംതിങ് ആ ഒരു റേഞ്ചിൽ ഉണ്ട് തോന്നുന്നു എന്താ ഡ്യൂറേഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഡിസംബർ 18 സിനിമ ഇറങ്ങുന്നത്. ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സത്യസന്ധമായിട്ട് പറയാലോ, എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ട്രെയിലർ. ആ ഒരു ഫീല് കിട്ടി. ഒരു അടി ഇടി വെടിപ്പുക പരിപാടി. ആൻഡ് ഒരുപാട് കോൺട്രവേഴ്സീസ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കേസ് കാര്യങ്ങൾ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ എനിക്കും ഒരു അഭിപ്രായമുണ്ട്. ആൻഡ് അത് ഞാൻ ഒരിക്കലും സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കണില്ല, ടു ബി ഫ്രാങ്ക്. കാരണം സിനിമ എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് എഫേർട്ടാണല്ലോ. ഒരുപാട് ആർട്ടിസ്റ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ആൻഡ് ഒരു പെർട്ടിക്കുലർ ആളെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആളുടെ ഇത് ഐ മീൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനത് സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കണില്ല. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളായിരിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം കമൻറ്റ് ബോക്സിൽ. ട്രെയിലറിനെ കുറിച്ച് ഷെയർ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഇനി കൂടുതൽ പറഞ്ഞ് ഇതാക്കണില്ല. എന്തായാലും ദ റിയൽ OG ലാലേട്ടനെ കാണാൻ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ആൻഡ് ബാക്കിയുള്ള പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ കാണാൻ വെയിറ്റിംഗ് ആണ്. സോ 18 കാണാം, നോക്കാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.